ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീ നായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണ ദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീ നായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധിതം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീ നന്ദനം നന്ദനം സന്തതേ. വിഷ്ണവേ ജിഷ്ണവേ ശംഖിനീ ചക്രിണീ രുക്മിണീ രാഗിണീ ജാനകീ ജാനയേ വല്ലവീ വല്ലഭായാർച്ചിതായാത്മനി കംസവിധ്വംസിനി വംശിനീ ദേ നമഃ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീ നായകം രാമചന്ദ്രം ഭജേ. ജാനകീ നായകം രാമചന്ദ്രം ഭജേ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകണം. ഭഗവാൻ ഭക്തി വർദ്ധിക്കണം. ശാന്തി സമാധാനവും ഉണ്ടാവണം. സർവ്വമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇന്നത്തെ ദിവസത്തെ മക്കൾ സ്മിത നമസ്കാരം. മക്കളെ രുക്മിണി മോഹനൻ നമസ്കാരം. വിഷ്ണുപ്രിയ മക്കൾക്കും നമസ്കാരം. നിർമ്മല പവിത്രനും നമസ്കാരം. ഹേമമാലിനി നമസ്തേ മക്കളെ. താരാ മനോജ് നമസ്കാരം. മിനി കൊല്ലത്തുനിന്നാണ് നമസ്കാരം. രാധാ മക്കൾക്കും നമസ്കാരം. ഇത്രയും പെട്ടിലെ 2 ദിവസമാകുമ്പോൾ ഒത്തിരി പാടാണ് എഴുതിയെടുക്കാൻ. അതുകൊണ്ട് അത് രുക്മിണി മോഹന് ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് എന്ത് പറ്റി, പക്ഷേ ഇത് അവിടേക്ക് യൂട്യൂബ് എന്തോ തകരാറുണ്ടോ അങ്ങോട്ട് കുറച്ച് ദിവസം കിട്ടിയില്ലെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വിഷമമായിരുന്നു. എന്ത് വല്ല അസുഖമായിട്ട് വന്നോ ഒന്നും ഒരു പിടിയും കിട്ടിയില്ല. കാരണം ആദ്യം തൊട്ടുള്ളതാണ്. 1, 2, 3, 4 മക്കൾ അന്ന് തൊട്ട് മുടങ്ങാതെ ഇത് കേൾക്കുന്നു. രുക്മിണി മോഹനും നിർമ്മല പവിത്രനും അങ്ങനെ കുറച്ച് മക്കൾ. അതുകൊണ്ട് എനിക്കത് അന്നേ ഉള്ള മക്കളായി അങ്ങനെ കമൻസ് ഇടാത്ത ഒരുപാട് മക്കളുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളെ. എനിക്കിന്ന് തൊണ്ടടപ്പുണ്ട്. അല്ല, നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചതിൻ്റെ ബാക്കി അത് പ്രഹ്ലാദൻ ഇങ്ങനെ എന്താ ഇത്രമാത്രം തേജസ്സോടും ധന്യനാവയോവേ ഈ മഹർഷിയോട്, അതായത് അജഗര മഹാമുനിടുത്ത് ചോദിക്കുന്നു, എന്താ ഇത്രയും സുന്ദരമായിട്ട് കഴിയുന്നത്, നിരാഹാരിയാണല്ലോ, ഒന്നും കഴിക്കാതെ കഴിച്ച് നടക്കുന്നവരെക്കാൾ കൂടുതൽ ശോഭയോടുകൂടി പ്രസന്നതയോടുകൂടി എന്താ ഇങ്ങനെ വരാം, അതിൻ്റെ ആ രഹസ്യം ഒന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണിത്. പിന്നെ നാരദ യുധിഷ്ഠിര സംവാദമാണ്. അദ്ദേഹം ഇങ്ങനെ ഓരോന്നോരോന്ന് പ്രഹ്ലാദന് അതിൽ പരീക്ഷിത് മഹാരാജാവിന് കൊടുക്കുന്നതെല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. കാരണം പരീക്ഷിത് മഹാരാജാവിനാണ് ഇതെല്ലാം കൊടുക്കുന്ന ഓരോ അഭിപ്രായങ്ങളെല്ലാം. ഇപ്പോൾ നടക്കുന്ന നാരദ യുധിഷ്ഠിര സംവാദത്തിൽ കൂടെ ഉള്ളതാണിത്. നമുക്ക് ഇതിൻ്റെ ബാക്കി വായിക്കാം. ഒരു വാനപ്രസ്ഥൻ്റെ കാര്യമാണ്, അതിനൊരു ഉദാഹരണമാണ് ഈ അജഗര മഹാമുനിയുടെ പറ്റി പറയുന്നത്. അത് കാവേരി നദീതീരത്ത് നന്നായി പ്രസന്നയോടുകൂടി അത്രമാത്രം എല്ലാം കൊണ്ടും ധന്യനായി കഴിഞ്ഞപ്പോൾ ഇതെന്താ ഇങ്ങനെ ഒരു നിരാഹാരിയായിട്ടും ഇത്രയും
തേജസ്സും ആരോഗ്യവും, ദീർഘകായൻ, അതായത് നീളം കൂടിയവൻ, ബാഹു, അങ്ങനെയൊക്കെ എത്രമാത്രം ശോഭയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പ്രഹ്ലാദൻ. ഭക്തിയായ വിഷ്ണുപ്രിയനാണ് പ്രഹ്ലാദൻ ഇതിന് യോഗ്യനാണ്. ഇത് കേൾക്കാൻ ആത്മീയമായ കാര്യങ്ങൾക്ക് പാത്രമാകുന്നവർക്ക് കൊടുക്കണം. എന്നുവെച്ചാൽ അത് കേൾക്കാനുള്ള ഒരു മനസ്സും അതായത് ഹൃദയം എങ്ങനെയുള്ളത് ശുദ്ധമാണോ അപ്പോഴാണ് മഹാമുനി പറഞ്ഞത് നീ അതിന് യോഗ്യനാണ്, അതുകൊണ്ട് നിനക്കത് ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞാണ് ഇത് കൊടുക്കുന്നത്. നമുക്കതിൻ്റെ ബാക്കി വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനീ നമ. അർത്ഥപുത്രാദി സമസ്തങ്ങളെ കൊണ്ടും അർത്ഥം എന്തെന്നു ചിന്തിച്ചിരിപ്പൂ ഞാൻ. അർത്ഥപുത്രാദി അത ഗൃഹം, അത ധനം, പുത്രങ്ങൾ, ഇങ്ങനെയുള്ള സമസ്തങ്ങളെ കൊണ്ടും എന്താ ഒരു കാര്യം അർത്ഥം, ഇതിനെന്താ അർത്ഥമുള്ളത്, ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് എന്താ നേടാനുള്ളത് മനുഷ്യർക്ക്? കാരണം ഉണ്ടാക്കുന്നു, അതുപോലെ ആരെങ്കിലും കൊണ്ടുപോകുന്നു, കഷ്ടപ്പെടാൻ ഒരാളും, പക്ഷേ ആത്മസുഖം ഇതുകൊണ്ടാണെന്ന് കരുതി അങ്ങ് വീണ്ടും വീണ്ടും പ്രയത്നിക്കുന്നു. എന്നാൽ ഇത് വിദ്വാൻമാരെന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിനെ പോലെ കർമ്മത്തിന് നിവർത്തി വന്നിട്ട് ആവശ്യം അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. ഇത് ഒരുപാട് കാര്യത്തിന് രാപകലില്ലാതെ അധ്വാനിച്ച് ദേഹത്തെ ക്ഷീണിപ്പിച്ച് പ്രാണനേക്കാളും അർത്ഥത്തിന് മാഹാത്മ്യം കൊടുത്തുകൊണ്ട് കഷ്ടപ്പെടുന്നു. പക്ഷേ അവർക്ക് അനുഭവിക്കാൻ കിട്ടുന്നില്ല. എന്തെങ്കിലും കാരണവശാൽ ഇതൊക്കെ ലോകത്ത് രാജാവിന് കപ്പം കൊടുത്തായാലും കള്ളന്മാർ കൊണ്ടുപോയാലും ഇങ്ങനെയെല്ലാം അതുകൊണ്ട് എന്താ ഇതിനർത്ഥം എന്ന് കരുതി ആരിയ്ക്കുന്നു? ഈ അജഗര മഹാമുനി. അർത്ഥപുത്രാദി സമസ്തങ്ങളെ കൊണ്ടും അർത്ഥം എന്താ ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെടുക, അങ്ങനെ ഇതെന്തർത്ഥമാണ് ഇതിനുള്ളത് എന്ന് കരുതി ഞാനിങ്ങനെ ചിന്തിച്ചിരിപ്പു. ഈ അജഗര മഹാമുനി ഇത് കണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു. ഇന്ദ്രിയ നിഗ്രഹം അന്യുരാഗാദിയാൽ. അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹം രാഗാദിയാൽ ചന്നലോഭം, നിദ്ര പോലും ഭജിക്കാതെ, ഇന്ദ്രിയ നിഗ്രഹമൊന്നും ഇല്ലാതെ. കാരണം ഈ ലോകമായുള്ള ചിന്തയിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ എന്ത് വരും? രാഗാദി കൊണ്ട് കിട്ടിയത് പോരാ, ഇങ്ങനെ ആഗ്രഹം വർദ്ധിച്ച് ചന്നലോഭം, നിദ്ര പോലും ഇല്ല, അവർക്ക് ഉറക്കം പോലും ഇല്ല. എന്തെങ്കിലും നേരം വിളിക്കുന്ന ഓരോ ചിന്തയാ, നാളെ എന്തുണ്ടാക്കിയാലാ കൂടുതൽ വരുന്നത്, ഇങ്ങനെ ഒന്ന് കിട്ടുമ്പം 10 കിട്ടുന്നൂറ് ഇങ്ങനെ ചിന്തിച്ച് മനസ്സ് ഉറക്കമുണ്ടോ സമാധാനമുണ്ടോ എന്നും ചിന്തയും ദുരിതമാണ്. അപ്പോൾ ചന്നലോഭം, അതായത് മറയ്ക്കപ്പെട്ട അതിമോഹം അതിമോഹമാണ് അതൊക്കെ. അങ്ങനെ നിദ്ര പോലും ഇല്ല, ആവശ്യത്തിന് വേണം. ഇവിടെ ഇദ്ദേഹത്തിന് അതും വേണ്ട. അത് എന്താ, അദ്ദേഹം വാനപ്രസ്ഥനാണ്. നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഇതൊക്കെ വേണം എന്ന് കരുതി അതേ ശരണം കൊണ്ട് വേണ്ട, ആത്മസുഖം നമുക്ക് വേണം. അതുകൊണ്ട് കർമ്മം കുറേ മുക്തി നേടണം, ആഗ്രഹം വലുതായിട്ട് വേണ്ട. അപ്പം ചന്നലോഭം, നിദ്ര പോലും ഭജിക്കാതെ സർവദാ സന്ദേഹവും അവിശ്വാസവും, സർവദാ ദുഃഖമേ ഉള്ളൂ. ധനവാന്മാർക്ക് എപ്പോഴും ദുഃഖം കൂടും, മനസ്സമാധാനം കിട്ടത്തില്ല. അതേസമയം ആഗ്രഹങ്ങൾ നമ്മൾ പുറന്നോട്ട് വലിച്ചാൽ നിഗ്രഹിച്ചാൽ എന്ത് വരും? ആത്മസുഖം, ഭക്തിയും വർദ്ധിക്കും, ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. ഈ വാനപ്രസന്ന കണക്ക് തേജസ്സും എല്ലാം പ്രസന്നമായിട്ടിരിക്കാം, സുഖത്തോടിരിക്കാം. അങ്ങനെ അത് എല്ലാ ഗൃഹസ്ഥാശ്രമങ്ങൾക്കും അങ്ങനെ ഇരിക്കാം. എല്ലാം വേണ്ട കുറേശ്ശെ മതി, ഇത്രയും ഒരുപാട് കഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് പറ്റും? ആത്മസുഖം കുറയും. എന്താ, ഈശ്വരനെ ആരാധിക്കാൻ സമയം കിട്ടത്തുമില്ല, ദേഹത്തിന് അസ്വസ്ഥതയാവും, ജോലി കൂടുതൽ ചെയ്താൽ കഠിനാധ്വാനം ഭഗവത് ഭക്തിക്ക് പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു മിതമേ കഠിന ജോലികൾ ചെയ്തു വരുന്നത് തളർന്ന് കുത്തിക്കിടക്കത്തേ ഉള്ളൂ. ആഹാരം പോലും കഴിക്കാൻ ക്ഷീണിച്ച് വല്ലാതെ ശരീരം വേദനിച്ച് ചെന്ന് കിടക്കുമ്പോൾ എങ്ങനെ ഭക്തി ഉണ്ടാകും? ആത്മസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു പ്രസന്നത നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അസുഖങ്ങളും ഇല്ലാതിരിക്കണം, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തളരാനും പാടില്ല. അപ്പോഴാണ് നമുക്ക് ആനന്ദം ഉണ്ടാകണ്ടേ. അതിന് നമുക്ക് എന്ത് വേണം? നമ്മുടെ ശരീരത്തെ കൂടെ നമ്മൾ നോക്കിയെങ്കിലേ ഭഗവാനെ ഭജിക്കാനും ഏകാഗ്രതയും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് സർവദാ ദുഃഖമേ ഉള്ളൂ ധനവാന്മാർക്ക്. എന്നിട്ടോ രാജചോര അഗ്നി സ്വജന പശു പക്ഷി യാചക കാലഭേദാദികൾ തന്നാലും പ്രാണനേക്കാളും പ്രിയം അർത്ഥമായത് മൂലം അനീകം അനർത്ഥം നരന്മാർക്കും.
അപ്പോൾ എന്താ അർത്ഥം ഉണ്ടാക്കി വെച്ചാൽ എന്തായി വരും? കപ്പം കൊടുത്തത് കുറേ രാജാവ് കൊണ്ടു, മന്ത്രിമാർ അല്ല രാജാവ് കൊണ്ടുപോകും, കുറേ ചോരൻ കള്ളന്മാർ പിടിച്ച് എങ്ങനെയെങ്കിലും കിട്ടുന്ന തട്ടിക്കൊണ്ട് പോകുന്ന എത്രയോ കഷ്ടപ്പെട്ട് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. ബാങ്കിൽ കൊണ്ടിട്ടാൽ അവിടെ നിന്നും കൊണ്ടുപോകും. ബാങ്കുകാർ കട എല്ലാം പൂട്ടിക്കെട്ടി എല്ലാം അവരുടെ കരസ്ഥമാക്കി അവർ നാട് വിടും. അതും കള്ളമല്ലേ. പിന്നെ ഭൂമിയിൽ വരെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇവർ മരിക്കുമ്പോൾ ഭൂമി കിടക്കും. അങ്ങനെയും ചിന്ത എന്ത് വരും ഇതിന് വേണ്ടിയിട്ട്? കഷ്ടം. അവർ മരിക്കോളം ഭൂമിയിൽ സ്വർണം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും മരണം വരെയും ചിന്തയായിരിക്കും. ധനം വാരി കൂട്ടുന്നുണ്ടല്ലേ ഇങ്ങനെ രഹസ്യമായിട്ട് വെക്കേണ്ടി വരുന്നത്. ആവശ്യത്തിനാണെങ്കിലോ അങ്ങനെ പാടുണ്ടോ? അന്നന്ന് നമുക്ക് അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. എന്നിട്ട് അവരാരും ജീവിക്കാതിരിക്കുകയാണോ? അപ്പോഴെന്ത് വേണം? വളരെ ധനത്തിന് വേണ്ടി, പ്രാണനേക്കാളും ധനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് ഇതാണ് രാജ, ചോര, അഗ്നി. സ്വജനങ്ങളും കഷ്ടപ്പെട്ട് വന്നിങ്ങനെ വയ്ക്കുന്നവരുടെ പങ്ക് പിടിച്ചുറച്ചുകൊണ്ട് പോകും. ഇപ്പം അവരവൻ്റെ ബന്ധക്കാർ വായ്പയായിട്ടാലും എങ്ങനെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കത്തില്ല. അഥവാ കിട്ടുന്നവരെ അതിന് മനപ്രയാസം, കൊടുത്തില്ലെങ്കിലോ അതും മനപ്രയാസം, കൊടുത്തില്ലേ ശത്രുക്കളാവും. ഇങ്ങനെ നോക്കുമ്പോൾ ധനം എന്തൊക്കെ വളരെ ദുരിതമാണ്. അതുകൊണ്ട് പിന്നെ പശു, പക്ഷി, യാചകന്മാർ, ഭിക്ഷക്കാർ, കാലഭേദാദികൾ, അതായത് പ്രകൃതിക്ഷോഭം വരുമ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ കഷ്ടപ്പെടുന്ന കൃഷികളായാലും ഇപ്പം നെൽകൃഷി ആയാലും പ്രകൃതിക്ഷോഭം വന്ന ആ ആണ്ടിനത്തെ മൊത്തവും നശിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ ഓരോ രീതിയിൽ പോകുന്നു. അങ്ങനെ കാലഭേദാദികൾ തന്നാലും പ്രാണനേക്കാളും പ്രിയം അർത്ഥമായത് മൂലം. അപ്പോൾ പ്രിയം എന്ത് വന്നു? പ്രാണനേക്കാളും, ജീവനേക്കാളും എന്തിന് വില കൊടുക്കുന്നു? മഹിമ കൊടുക്കുന്നു? അർത്ഥത്തിന്, പ്രിയം. അതുകൊണ്ട് എന്ത് വരുന്നു? അതുമൂലം അനേകം അനർത്ഥം നരന്മാർക്കും ആകയാൽ. എനിക്ക് തൊണ്ടയ്ക്ക് വയ്യ. അതുകൊണ്ട് ഇങ്ങനെ അനർത്ഥം, അതുകൊണ്ട് നരന്മാരെന്ത് വന്നു? ആകയാൽ പ്രാണാർത്ഥമെല്ലാം ഉപേക്ഷിച്ചു. പ്രാണന് വേണ്ടിയുള്ള അർത്ഥങ്ങളെല്ലാം ഇങ്ങനെ വാരി കൂട്ടേണ്ട കാര്യമില്ല എന്ന് ഉപേക്ഷിച്ച് എന്ത് വരുന്നു? ബോധികളായ വിദ്വാൻമാർ വസിക്കുന്നു. എങ്ങനെയാ? അറിവുള്ളവർ, ജ്ഞാനമുള്ളവർ. അവർക്കറിയാം ഇതിൻ്റെ ആവശ്യമില്ല. സാധാരണക്കാര രീതിയിൽ നമുക്ക് ജീവിച്ചാൽ മതി. ബുദ്ധിമാന്മാർ അതേസമയം ആ സമയങ്ങളെല്ലാം എന്ത് ചെയ്യും? പ്രാർത്ഥനയും അത്രമാത്രം ഭഗവാനെ ധ്യാനിച്ച് നല്ല ആനന്ദത്തോടുകൂടി ഇരിക്കുമ്പോൾ അവർക്ക് പരമസുഖം. വേദനയും വിഷമവും ദുരിതമില്ല, ആർക്കും കൊടുത്തില്ല എന്നുള്ള പരിഭവമില്ല, കള്ളന്മാർ കൊണ്ടുപോകത്തില്ല. ഇതങ്ങനെ ഇച്ചിരി എന്തെങ്കിലും കണ്ടാൽ ഓടി വരും വായ്പയ്ക്ക്, അല്ലെങ്കിൽ സ്വന്തക്കാർ ഇതാ ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കേണ്ട സമയങ്ങൾ. കൊടുത്തില്ലെങ്കിൽ ശത്രുക്കളും ആവും, സ്വന്തക്കാർ ശത്രുക്കളാവും. മക്കൾ പോലും തിരിയും. അച്ഛാ, അമ്മേ, എനിക്ക് ഇത്തിരി കൂടുതൽ താന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിലോ മക്കളും തിരിയും. അപ്പം നമുക്ക് എന്താ ദുരിതമല്ലേ എപ്പോഴും. അതുകൊണ്ട് ആകയാൽ പ്രാണാർത്ഥമെല്ലാം ഉപേക്ഷിച്ച് ബോധികളായ വിദ്വാൻമാർ വസിക്കുന്നു. ബുദ്ധിമാന്മാരായ ജ്ഞാനികളായ അറിവുള്ളവർ എന്ത് വരുന്നു? ഇത് കണ്ട് മനസ്സിലാക്കി ജീവിക്കുന്നു. വണ്ട് പെരുമ്പാമ്പ് രണ്ടുപേർ തന്നെയും കണ്ടവർ വൃത്തിയും ജ്ഞാനികൾ വൃത്തിയും ചിത്തേ വിചാരിച്ച് എനിക്ക് വൈരാഗ്യവും ഇത്തരം വന്നിതവർ മമ സൽഗുരു. എന്താ ഈ വണ്ടും പെരുമ്പാമ്പും ഇവർക്ക് ഈ പറഞ്ഞ അതായത് ഈ വാനപ്രസ്ഥന് പ്രഹ്ലാദനോട് പറയുന്നു, എനിക്ക് പെരുമ്പാമ്പും തേനെടുക്കുന്ന വണ്ടുണ്ടല്ലോ, അതായത് തേനീച്ചയോ വണ്ടോ ഒക്കെ ഉണ്ടല്ലോ, അവരും എനിക്ക് ഗുരുക്കന്മാരാകുന്നു. ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ പുഷ്പത്തിൽ ഉള്ള മധുപനെടുത്ത് ഉൾപ്രേമമോട് അന്യപുഷ്പത്തിൽ വച്ചിട്ട് ഒക്കെയും കൂട്ടി ഭുജിക്കാമതെന്നോർത്ത് വെക്കമേ മറ്റ് അന്യപുഷ്പേ ഗമിച്ചിടും. ഈ മധു എന്ന് പറഞ്ഞാൽ തേൻ, മധുപൻ വണ്ട്, തേനീച്ചയെന്നും പറയാം. അപ്പോൾ വണ്ട് എന്ത് ചെയ്യും? പുഷ്പം വിരിയുമ്പോൾ രാവിലെ ഒന്നെല്ലാം തേൻ ശേഖരിക്കും. ഒന്നിനെടുത്ത് ഒന്നിലോട്ട് വയ്ക്കും, അടുത്തതിലും പോവും, എടുത്തുകൊണ്ടുവന്ന് പിന്നും വെച്ചതിൻ്റെ കൂടെ കൊണ്ടുവന്ന് വയ്ക്കും. എല്ലാ പുഷ്പത്തിൽ നിന്നും തേൻ എടുത്തുകൊണ്ടുവന്ന് ഒരു ഭാഗത്ത് വെക്കും, പിന്നെ കഴിക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ പുഷ്പത്തിലുള്ള മധുവനെടുത്ത് ഉൾപ്രേമമോടാണ്, അത്രമാത്രം ആവേശത്തോട് ഉള്ളിൽ അത്രമാത്രം ആഗ്രഹത്തോടു കൂടി എടുത്തുകൊണ്ടുവന്ന് ഒരു സ്ഥാനത്തേക്ക് വയ്ക്കും. തേനീച്ച കൂടെ നമുക്കറിയാം, അങ്ങനെ ഒരു ഭാഗത്ത് വയ്ക്കും. എന്നിട്ടോ ഒക്കെയും കൂട്ടി ഒന്നിച്ചെടുക്കാമെന്ന് കരുതി ഭുജിക്കാം എന്നത് ഓർത്ത് വെക്കമേ വീണ്ടും മറ്റന്യപുഷ്പേ ഗമിച്ചിടും. അപ്പോഴത് എന്തു വരും? അന്യമധുവൻ വിരവോട് ഉൾപ്രേമമോട് ഉണ്ടുപോകും മധുവിന്. ഈ തേൻ വേറൊരു അന്യമധുവൻ വരും, വേറൊരു വണ്ട് വന്ന്
ഇത് ഈ കൂട്ടി വച്ചതെല്ലാം ഉണ്ടോണ്ടങ്ങ് പോകും. അതിൻ്റെ അർത്ഥം എന്തുവാ? വേറൊരു വണ്ട് വരുമെന്നല്ല. ഈ തേൻ കുടിക്കുന്നവർ വണ്ടാണല്ലോ, പക്ഷെ മനുഷ്യന്മാർ വണ്ടാണല്ലോ, തേൻ കുടിക്കുന്നവർ വണ്ടാണ്. അപ്പോൾ വലിയ വലിയ മനുഷ്യന്മാർ വന്ന് മോട്ടിച്ചുകൊണ്ട് പോകും. തേനീച്ച കൂട്ടിൽ ഇത്രമാത്രം ഇവർ കൊണ്ട് കരുതി വെക്കും. എന്നിട്ട് ഇത് ആർക്ക് കിട്ടും? കള്ളന്മാരായ മനുഷ്യർ. അതാണ് ഇതിന് ഉദാഹരണം. കാരണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാ പുഷ്പത്തിൽ നിന്നും കൊണ്ടുവന്ന് ശേഖരിക്കുന്നത് പോലെ ഒരു ധനികൻ എന്താ ഇതെല്ലാം എവിടേക്കോ പോയി കഷ്ടപ്പെട്ട് രാവും പകലും കിടന്ന് അധ്വാനിച്ചിട്ട്, പലരും രാത്രിയിലും അധ്വാനിക്കേണ്ട ഇത്തിരി കിട്ടട്ടെന്നും പറഞ്ഞ് കിട്ടിയത് പോരാന്നും പറഞ്ഞ് എന്നിട്ട് കൊണ്ടുവന്ന് എല്ലാം കരുതി കൂട്ടുക. ആര് കൊണ്ടുപോകും? ഈ വേറൊരു മധുവൻ വന്ന് കൊണ്ടുപോകുന്നത് പോലെ പലരായിട്ട് വന്ന് ഈ കഷ്ടപ്പെട്ടവരെ എടുത്തുകൊണ്ട് പോകും. ചോദിച്ചും വാങ്ങിച്ചും പ്രകൃതിക്ഷോഭം ആയാലും എങ്ങനെ രാജാവും കള്ളന്മാരും എങ്ങനെ, അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടിട്ടാലോ ബാങ്കുകാരെല്ലാം കൂടെ കരുതിക്കൂട്ട് വാങ്ങിച്ചിട്ട് പൂട്ടിക്കെട്ടി അവരവരെ പാട്ടിന് എവിടെയെങ്കിലും പോകും. എന്നിട്ട് ഈ ജനങ്ങളെല്ലാം അവിടെ കൊടുന്ന് കരച്ചില്ല, എൻ്റെ ഇത്ര ലക്ഷം പോയി എന്നും പറഞ്ഞ്. ഇല്ലെങ്കിൽ എന്തുവരും? സ്വർണ്ണങ്ങൾ വാങ്ങിച്ച് എന്ത് ചെയ്യും? മണ്ണിലൊക്കെ കുഴിച്ചിടും. പണ്ടൊക്കെ മേശയൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പം ബാങ്കുകാരെയും വിശ്വാസമില്ല, മണ്ണിനെ പിന്നും വിശ്വാസമുണ്ട്. മണ്ണിലൊക്കെ കുഴിച്ചിട്ടിട്ട് ഇവർ മരിക്കോളം ദുരിതമാ. അയ്യോ സ്വർണ്ണം ഇന്നടത്തിരിക്കുകയാണേ, ഞാൻ ഇന്ന ഭാഗത്ത് വെച്ചേക്കുവാണേ. അപ്പോൾ ഉറക്കമുണ്ടോ? ദുരിതമല്ലേ? സമാധാനമുണ്ടോ? ശാന്തിയുണ്ടോ? എപ്പോഴും ധനമേ ധനമേ ധനമേ, മരണത്തിലും ധനം. അപ്പം ആഗ്രഹം കൊണ്ട് ജനിച്ചും മരിച്ചും ആ ധനം എടുക്കാൻ വേണ്ടി പിന്നൊരു ജന്മം. കാരണം ആഗ്രഹം കിടന്നാൽ ജനിച്ചല്ലേ പറ്റൂ. അന്നും പിന്നും ഇത് തന്നെ അവസ്ഥ. വീണ്ടും അധ്വാനിക്കും, കർമ്മങ്ങൾ ചെയ്ത് കൂട്ടി നിർമ്മലമായ ധനമായാലും നേരെ പോന്നുണ്ടാക്കുന്ന ധനമായാലും അല്ലാതെ ഉണ്ടാക്കുന്ന ധനമായാലും ആഗ്രഹിച്ച് കൊണ്ടുവെക്കും. എന്നിട്ട് അവസാനം വരുമ്പോൾ ഇതാ സംഗതി, 90 പക്കം വരെ അധ്വാനിക്കും. ഫലമുണ്ടോ? കഴിച്ചതായോ? ലുബ്ധന്മാരായി കഴിക്കത്തുമില്ല, കഴിക്കാതെ ലുബ്ധ പിടിച്ച് കൊണ്ടുവെക്കും, ആർക്കും കൊടുക്കാതെ. അവസാനം എന്തുവരും? മരണം വരെയും കഷ്ടപ്പാടും ദുരിതവും. എന്താ? മനസമാധാനം ഇല്ല. ഇതെടുത്ത് പെരുമാറുന്നു. എന്നാൽ സാധുക്കകലും കൊടുക്കൂ? അങ്ങനെയില്ല. ആർക്ക് ആർക്കും ഒരു പിഷയ്ക്ക് പോലും കൊടുക്കാതെ പക്ഷേ കള്ളന്മാർ കൊണ്ടുപോവുകയും ചെയ്യും, അല്ലെങ്കിൽ പല രീതിയിൽ കൊണ്ടുപോകും. അപ്പോൾ എന്ത് വരുന്നു? ദുരിതമല്ലേ? അതുകൊണ്ട് അതാണ് ഈ പുഷ്പത്തിലെ മധുവിനെ ഉപമിച്ചത്. അതുകൊണ്ട് ഉൾപ്രേമമോട് പുഷ്പത്തിൽ വെച്ചിട്ട് ഒക്കെയും കൂട്ടി പുജിക്കാമെന്നത് ഓർത്ത് വെക്കമേ മറ്റൊരു പുഷ്പയെ ഗമിച്ച് അവിടെയും പോയി ഈ തേൻ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോഴും മധുവൻ വിരവോട് ഉൾപ്രേമമോട് ഉണ്ടുപോകും മധുവിനെ. ആ തേൻ എടുത്തോണ്ടങ്ങ് പോകും. അങ്ങനെ മധുവിനെ ഇത്തരം പോലെ മനുഷ്യരെല്ലാവരും വിത്താദികൾ പ്രയാസപ്പെട്ട് നേടിവെച്ച് അന്യജനം പറിച്ചിടും പല വഴി. അങ്ങനെ കഷ്ടപ്പെട്ട് തേനീച്ച കൊണ്ടുവയ്ക്കുന്നത് പോലെ വെച്ചിട്ട് അന്യജനങ്ങൾ വന്ന് ഇതെല്ലാം എടുത്ത് അവരാൽ കിട്ടുന്നതൊക്കെ പിടിച്ചും പറിച്ചും ഇങ്ങനെ പല വഴി അന്യജനം പറിച്ചിടും പല വഴിയാണ് കൊണ്ടുപോകുന്നത്. പിന്നെയും ദുഃഖിക്ക തന്നെ ഫലം തരണം. അപ്പോഴും പിന്നും ദുഃഖമാണ്. പിന്നെ കിടക്കുമെന്തോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര വർഷം ഉണ്ടാക്കിയതാണ് എല്ലാം കട്ടുകൊണ്ട് പോയി എന്നും പറഞ്ഞാൽ അപ്പോഴും ദുരിതം. അപ്പം ധനം എന്താണ്? ദുരിതവും മനപ്രയാസവും, ശാന്തി സമാധാനവും ഇല്ല. അതുകൊണ്ട് ഈ മനുഷ്യനോ ഈ വാനപ്രസ്ഥൻ എന്താണ്? നല്ല സന്തോഷത്തിൽ കഴിയുന്നതാ. അദ്ദേഹത്തിന് ഒന്നും ആരും കൊണ്ടുപോകാനില്ല, സന്തോഷമായിട്ട് നന്നായി ആനന്ദിച്ച് കഴിയുന്നു. അങ്ങനെ എന്നതുപോലെ പ്രവൃത്തി ആത്മസുഖം വന്നിടുവാൻ പല യത്നങ്ങൾ ചെയ്യുന്നു. ആത്മസുഖം ആണെന്ന് കരുതി ആണ് ഇവർ ചെയ്യുന്നത്. ഇതാണ് സുഖം. ഈ അധ്വാനിച്ച് കൊണ്ടുവന്ന് ധനം കൂട്ടി വയ്ക്കുമ്പോൾ ആത്മസുഖം കിട്ടുമെന്നാണ് വിചാരം. അതുകൊണ്ട് മറ്റുള്ളവരെക്കാളും കൂടുതൽ അയൽക്കാരെക്കാളും എനിക്ക് കൂടുതൽ വേണം എന്നും പറഞ്ഞുകൊണ്ട്, പക്ഷേ ദുരിതം ആണെന്നുള്ളവരും വരുമ്പോഴാണ് അറിയുന്നത്. ഇതാണ് ചിന്തകൾ. ഈ വണ്ടിനെ പോലെ തന്നെയാണ്. തേനീച്ച വീണ്ടും അടുത്ത പുഷ്പത്തിൽ പോകും. കിട്ടുന്നതെല്ലാം കൊണ്ടുവയ്ക്കും. കഴിക്കാൻ പറ്റുമോ? മറ്റാരും കൊണ്ടങ്ങ് പോകും. അതുപോലെ ആണ്. അപ്പോൾ എന്നതുപോലെ പ്രവൃത്തി ആത്മസുഖം വന്നിടുവാൻ പല യത്നങ്ങൾ ചെയ്യുന്നു. പല അന്യ പുഷ്പങ്ങൾ വെച്ചാൽ പല പുഷ്പങ്ങൾ പോകുന്നത് പോലെ ജനങ്ങൾ ഈ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അതിനകത്ത് ലാഭം കുറവാണെങ്കിൽ മറ്റൊരു തൊഴിലിന് പോകും. ഇങ്ങനെ ഓരോരോ ജോലികൾ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പല യത്നങ്ങൾ ചെയ്യുന്നു. അജ്ഞാനം മൂലം സുഖം അറിയാകയാൽ, അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അറിവുള്ള മഹാന്മാർ ഇത് ചെയ്യാൻ പോകത്തില്ല. അജ്ഞാനം മൂലമാണ് സുഖം അറിയുന്നില്ല. സുഖം അറിയായാൽ വിജ്ഞാനം എന്നേ പ്രയത്നപ്പെടുന്നത്. അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ പ്രയത്നപ്പെടുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു വയറ് കഴിയാനും അല്ലെങ്കിൽ 4 പേർക്കുള്ള വയറ് കഴിയുന്ന അധ്വാനം അല്ല പലരും ചെയ്യുന്നത്. തലമുറ കഴിച്ചാലും തീരാത്തണ്ണം ഉണ്ടാക്കി വെച്ചാലും പിന്നും കഷ്ടപ്പെടാൻ പോകുന്നുണ്ട്.
അങ്ങനെയുള്ളവരുടെ കാര്യമായി പറയുന്നത്. ആയതുകൊണ്ട് പോകാത്ത പ്രയത്നങ്ങൾ ചെയ്തത് പോരും നിവർത്തിയാത്മസുഖം. അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നു? അതുകൊണ്ട് അർത്ഥ പ്രയത്നങ്ങൾ, നമുക്ക് എന്താണ് ആവശ്യങ്ങൾ അതിൻ്റെ ഈ അർത്ഥം ഉണ്ടാക്കുന്ന ആ പ്രയത്നങ്ങളൊക്കെ ചെയ്തത് മതി, പോരും, നിവൃത്തി ആണ് ആത്മസുഖം. ഇതിൽ നിന്നെല്ലാം മുക്തി നേടും. ഈ പ്രവൃത്തിയെ കൊണ്ട് കൂട്ടിപ്പോയാൽ നമുക്ക് ആത്മസുഖം ഇല്ല. അതുകൊണ്ട് വിദ്വാൻമാർക്ക് മനസ്സിലാവും ഇത് തെറ്റാണ്. ഇങ്ങനെ പോയാൽ 90 മരണം വരെ നമുക്ക് ദുഃഖമേ ഉണ്ടാവും, ഒരിക്കലും ആത്മസുഖം കിട്ടുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തത് പോരും, അതുകൊണ്ട് അത്രയൊക്കെ മതി. നിവൃത്തി എന്താണ്? നിവൃത്തി, അതായത് പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തി വരണം. കർമ്മങ്ങൾക്ക് നിവൃത്തി വന്നാലേ ആത്മസുഖം. വൃത്തി പ്രവൃത്തിയാൽ രക്ഷിക്ക വേണ്ടതിൽ എത്തുവാനുള്ളത് എത്തും, പോകയില്ലവ. നമുക്ക് നിവൃത്തി വന്നാലേ ആത്മസുഖം കിട്ടൂ. ഈ വൃത്തി പ്രവർത്തിയാൽ രക്ഷിക്ക വേണ്ട ഇത് എത്താനുള്ളത്, നമുക്ക് കിട്ടാനുള്ളത് എന്തായാലും കിട്ടും. ഈശ്വരൻ നമുക്ക് തലയിലെടുത്ത് പോലും എത്ര വാരി കൂട്ടിയാലും നമുക്ക് അനുഭവിക്കാനുള്ളതേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അത് ഒരു സത്യമായ കാര്യമാണ്. അത് അന്യർക്ക് വേണ്ടിയായിരിക്കും ചിലർക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. പക്ഷേ അവരവർക്ക് കഴിക്കാൻ വിധി കാണത്തില്ല. ഒന്നീ ഷുഗർ പിടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയോ ഇങ്ങനെ വാരി കൂട്ടാനുള്ള കഴിക്കാൻ വിധി ഉണ്ടെങ്കിലേ കഴിക്കാണ്ട്. എന്ത് വേണം? പരമാത്മാവിനെ അറിഞ്ഞാൽ ആത്മസുഖം ഉണ്ടാവും. അപ്പോഴതെല്ലാം കഴിക്കാനുള്ള ഈശ്വരനോട് നന്മയും തരും. അതുകൊണ്ട് എത്തുവാനുള്ളത് എത്തും, പോകയില്ലവ. നമുക്ക് കിട്ടാനുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, എങ്ങും പോകത്തില്ല. ഭീമമാകും പെരുമ്പാമ്പ് കിടക്കുന്നിത് ആമോദമോട് ഭോഗങ്ങൾ ഭുജിക്കുന്നു. അപ്പം വണ്ടിൻ്റെ കാര്യം മനസ്സിലായേ? തേനീച്ചയുടെ കാര്യം. ഇനിയിപ്പോൾ പെരുമ്പാമ്പിൻ്റെ കാര്യമാണ്. എങ്ങനെ? ആമോദമോട്, സന്തോഷത്തോടെ ഭോഗങ്ങൾ, അതിൻ്റെ ആഗ്രഹങ്ങൾ, അതിന് വേണ്ടുന്ന ആഹാരങ്ങളായാലും ഭോഗങ്ങൾ എന്ന് പറയുന്നത് അതാണ്. അത് സന്തോഷത്തോടെ ഭീമമാകുന്ന പെരുമ്പാമ്പിന് എത്രമാത്രം വയറ്റിൽ കൊള്ളണം അത്രയും അതിന് വേണം. പക്ഷെ അത് എവിടെ കിടക്കുന്നു? ആമോദമോട് ഭോഗങ്ങൾ അതിന് കിട്ടുന്നു, പൂജിക്കുന്നു. എങ്ങനെയാ? അത് അല്പമായും ബഹുവായും ദിവാ നിശാന, പകലും രാത്രിയിലും എപ്പോഴും. എന്നാലും അവൻ അവമാനമാനേന ഏത് പ്രകാരത്തിലെങ്കിൽ അതൊക്കെയും ഉൾപ്രേമമോട് സുഖിച്ചു വസിക്കുന്നു. പെരുമ്പാമ്പ് സുഖമായി നിദ്രയിലിങ്ങനെ കിടക്കും, അനങ്ങാതെ കിടക്കും. അതിനൊരു പ്രയത്നവുമില്ല. വന്ന് ചാടും എൻ്റെ വായിലോട്ട്, അനങ്ങാതെ തടി പോലെ കിടക്കും. എന്തെങ്കിലും മുയലോ എന്ത് പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും വന്നതിന് മുമ്പ് ചാടുമ്പോൾ അതൊറ്റ പിടി, തുറക്കുക, ഉള്ളിലാക്കുക. അത് എന്തെങ്കിലും പ്രയത്നം ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതുപോലെയാണ് സത്യത്തിൽ എനിക്ക് ചിരി വരുന്നത്. എന്താ വെച്ചാൽ ഈ ഒരു വാനപ്രസൻ്റെ അവസ്ഥ ഓർക്കുക. സുഖമായി കിടക്കുക, എവിടെ? കാവേരി തീരത്ത് നല്ല പൂഴി മണ്ണിലൊക്കെ ഇങ്ങനെ സുഖമായി കിടക്കുവാണ്. മെത്തയൊന്നും വേണ്ട, മെത്ത കിട്ടിയാൽ അതിലും കിടക്കും. എന്നിട്ട് വരാനുള്ളത് വന്ന് ചേരും പെരുമ്പാമ്പിനെ പോലെ. അദ്ദേഹത്തിൻ്റെ മഹിമ അങ്ങനെയാ. ഒരു സന്യാസി, നല്ലൊരു മഹാൻ എന്ന് പറഞ്ഞാൽ ആരും കൊണ്ട് കാൽകൾ കൊടുക്കുകയല്ല, അത്ര തേജസ്സല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് അതുമല്ല. പെരുമ്പാമ്പ് എങ്ങനെയാണ്? ഉള്ളതുകൊണ്ട് തൃപ്തിയാണ്. ഭഗവാന്റെ ശക്തി എങ്ങനെയാ? ഉള്ളിൽ ഈശ്വരനുണ്ടെങ്കിൽ നമുക്ക് വിശപ്പറിയത്തില്ല. അങ്ങനെയുണ്ട്. വായു ഭക്ഷിക്കാം, എന്ത് കിട്ടാനുള്ളത് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അവർക്ക്, പെരുമ്പാമ്പിനെ പോലെ. അപ്പോൾ പെരുമ്പാമ്പ് ഒരു ഗുരുവാകുന്നു, വണ്ട് ഒരു ഗുരുവാകുന്നു. ആർക്കാണ്? വാനപ്രസ്ഥന്. നമ്മൾ പഠിക്കാനാണ്, നമ്മൾ ഇതുപോലെ ആകാനാണ് പറയുന്നത്. അല്പമായാലും തോനെയായാലും ബഹുവായാലും ദിവാ നിശ രാത്രി, ദിവ പകൽ. അപ്പോൾ ദിവാ നിശ എപ്പോഴെന്നാലും അവമാനമാനേന, ഒരവമാനവും കൂടാതെ എങ്ങും പോയി ഒരു ജോലിയും അവമാനമൊന്നും പെരുമ്പാമ്പിനില്ല. ആരെ അത് ഉപദ്രവിക്കാൻ എങ്ങോട്ട് ചെന്ന് കയറി, എനിക്ക് തായേ, ഇച്ചിരി വെള്ളം തായേ, ആഹാരം തേമണ്ട്. എവിടെയെങ്കിലും പെരുമ്പാമ്പ് പോന്നോ? അത് എവിടെയെങ്കിലും അനങ്ങാതെ കിടക്കും, വന്ന് ചാടും. ആരെങ്കിലും വന്ന് ചാടിക്കൊടുക്കും. അപ്പോൾ അതങ്ങ് വിഴുങ്ങിക്കോളും. അതുകൊണ്ട് ഏത് പ്രകാരത്തെങ്കിൽ ഏത് പ്രകാരത്തിലെങ്കിലതൊക്കെയും ഉൾപ്രേമമോട് സുഖിച്ചു വസിക്കുന്നു ഈ പെരുമ്പാമ്പ്. അപ്പോൾ അതുപോലെയാണെന്നാണ് പ്രഹ്ലാദനോട് ഈ മാമുനി, അതായത് പേരെന്തുവാ? അജഗര മാമുനി പ്രഹ്ലാദന്റെ ഭരത്, ഇതാണ് എൻ്റെ ഗുരുക്കന്മാർ, ഞാൻ അതുകൊണ്ട് സുഖമായി പെരുമ്പാമ്പിനെ പോലെ കിടക്കുന്നു. പിന്നെ അതുകൊണ്ട് അതിൽ സുഖം. അഥവാ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ ആര് കൊണ്ടുപോകും? തേനീച്ച കഷ്ടപ്പെട്ട് കൊണ്ടുവയ്ക്കും. അന്യമധവന്മാർ, മനുഷ്യനായിട്ടുള്ള മധവന്മാർ പല വഴിയിൽ കൊണ്ടങ്ങ് പോകും. പിന്നെ അതിൻ്റെ കാര്യമുണ്ടോ? അതുകൊണ്ട് രണ്ടും എനിക്ക് ഗുരുക്കന്മാരാണ്. തേനീച്ച പഠിപ്പിക്കുന്നത് ഇതിൻ്റെ കഷ്ടപ്പാട് വേണ്ട, കൊണ്ടുവച്ചിട്ട് ഫലമില്ല. എത്രമാത്രം തേനീച്ച വണ്ടുകൾ പോയി ഓരോ പുഷ്പത്തിനും കൊണ്ടുവയ്ക്കും, ഫലം കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ഈ അജഗര മഹാമുനി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് വണ്ട് അങ്ങനെ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് വണ്ട് എനിക്കൊരു ഗുരു. ഇദ്ദേഹമാണെങ്കിലോ പെരുമ്പാമ്പാണെങ്കിലോ വെറുതെ കിടന്നാൽ മതി, വന്ന് ചേർന്നോളും, കിട്ടേണ്ടത് കിട്ടിക്കൊള്ളും. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലായോ? കഷ്ടപ്പാടിനെ വേണ്ടി പോകണ്ട, ധനം അന്വേഷിക്കാൻ പോകണ്ടെന്ന് വണ്ട് ഗുരുവായി.
എങ്ങനെ എവിടെ കിടന്നാലും സന്തോഷമായിട്ട് സുഖമായിട്ട് കിടന്നാൽ മതി, കിട്ടാനുള്ളത് കിട്ടിക്കോളും എന്ന് പെരുമ്പാമ്പും. പിന്നെ അദ്ദേഹം എങ്ങനെ പട്ടിണിയാവും? ആരാ? ഈ അജഗര മഹാമുനി. 2 പേരും ഗുരുക്കന്മാരാകുന്നു. സത്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അത് പിടികിട്ടും. അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഫലമില്ല. വയസ്സുകാലത്ത് തിന്നാനും കുടിക്കാനും വയ്യാതെ ഷുഗറും പിടിച്ച് അവിടെ കിടക്കും. അപ്പോൾ ഈശ്വരനും ഇല്ല. എന്താ കാരണം? ഈശ്വരനുള്ള സമയം കഷ്ടപ്പെടാൻ പോയി. ഒരു നേരം പോലും ഭഗവാനെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഭഗവാൻ തുണയ്ക്കാൻ വരുമോ? ഈശ്വരൻ്റെ കാരുണ്യം കിട്ടുമോ? ആനുകൂലം കൊടുക്കുമോ? അതുകൊണ്ട് എന്തു പറയുന്നു? ഏത് പ്രകാരത്തെങ്കിലും അതൊക്കെയും പ്രേമമോട് സുഖിച്ച് വസിക്കുന്നു. നല്ല സന്തോഷത്തോടെ ഞാൻ സുഖിച്ച് വസിക്കുന്നു. പട്ടു മരവുരി തോലോട് വസ്ത്രങ്ങൾ ഇഷ്ടം ഏതെങ്കിലും കിട്ടിയാൽ സൗഖ്യമാ. അദ്ദേഹത്തിന് പട്ട് വസ്ത്രം കിട്ടിയാൽ ഉടുക്കും. അതല്ല മരവുരിയേ ഉള്ളൂ, അതും ഉടുക്കും. തോലാണോ? അതും ഉടുക്കും. വസ്ത്രങ്ങൾ ഇഷ്ടം ഏതായാലും കിട്ടിയാൽ അതെല്ലാം സന്തോഷത്തിൽ സ്വീകരിക്കും. അതാണ് അല്പ ആഹാരമായാലും തോനെയായാലും പെരുമ്പാമ്പ് എങ്ങനെയാ? അതുപോലെ തൃപ്തിയാണെല്ലാം. അതെന്താ തൃപ്തിയാകുന്നത്? പരമാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ അല്പം ഒരു ഗ്ലാസ് വെള്ളം മതി, പച്ചവെള്ളം മതി, തൃപ്തനാണ് എപ്പോഴും. അത് ആ മനസ്സും ആ പരമാത്മയുള്ള സുഖങ്ങളും കൊണ്ട് അത് മതി അദ്ദേഹത്തിന്. ആ ആഹാരം അന്നത്തേക്കുള്ള അതാണ് ആ മനസ്സിൻ്റെ തൃപ്തി. എത്ര വാരി കൂട്ടിയാലും പരമാത്മാവിൻ്റെ ഉള്ള സ്നേഹവും ഭക്തിയും ഇല്ലെങ്കിൽ, ആത്മസുഖം ഉണ്ടാവത്തില്ലെങ്കിൽ എന്തു വരും? എത്ര വാരി കൂട്ടിയാലും നിറയത്തില്ല. വീണ്ടും വീണ്ടും വേണം. ആർത്തിയാണ്. എന്താ ഇത് പോരാ, നാളെ 10 കൂടെ വേണം, മറ്റന്നാൾ 100 കൂടെ വേണം എന്നും പറഞ്ഞ് ആർത്തി പണ്ടാരമായിട്ട് ഓടും. പക്ഷേ തൃപ്തനാണെങ്കിൽ ഉള്ളത് മതി, കഴിഞ്ഞുകൂടി ഈശ്വരനെ അറിഞ്ഞ് സന്തോഷവാനായിട്ട് സുഖത്തോടെ ഇവിടെ കഴിയുന്ന ഈ മുനി അവർ പിന്നെ അത് എന്ത് കിട്ടിയാലും അത് ഉടുക്കും. പ്രാസാദ മെത്തമേലൊട്ട് നിലത്തുമാം പാസാദി ഭസ്മത്തിലാകും കുശയിലും. അതായത് പുല്ലിലും ഭസ്മത്തിലും കിടക്കും. പിന്നെയോ നിലത്ത് കിടക്കും, നല്ല പൂഴി മണ്ണായിട്ട് കിടക്കുന്ന. പിന്നെ ഭസ്മത്തിലും കിടക്കും, പ്രാസാദ മെത്തയിലും കിടക്കും. അദ്ദേഹത്തിന് കിട്ടുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കിടക്കും. അവിടെ ഇന്നത് തന്നെ വേണമെന്ന് ഈ മുനിക്ക് ആഗ്രഹമൊന്നും പ്രത്യേകിച്ചില്ല. വരുന്നത് പോലെ ആഗ്രഹിച്ച് കിട്ടുന്നതല്ല. ഇന്ന് എനിക്ക് പട്ടുമെത്തയിൽ ആരെ വിളിച്ച് കിടത്തുമോ അവിടെ കിടക്കും. ഒന്നും കിട്ടില്ലേ, പൂഴി മണ്ണി കിടക്കും, ഭസ്മത്തിൽ കിടക്കും, അല്ലെ പുല്ല് വിരിച്ച് കിടക്കും. ഇങ്ങനെ എല്ലാം തൃപ്തികരമാണ് ഈ മഹാമുനിക്ക്. അതുകൊണ്ട് നാനാ വിഭൂഷണ അലങ്കാരമായി കൊണ്ട് മാനമോടെ ആന ഓരോന്നിലും രഥത്തിലിരിക്കണോ അവിടെ ഇരിക്കും. ആനയുടെ മണ്ടയ്ക്കരുത് നടക്കണോ അങ്ങനെ നടക്കും. വിഭൂഷണ കുളിച്ച് നന്നായി കുറിയൊക്കെ ഇട്ട് അലങ്കാരം മാലയൊക്കെ അണിഞ്ഞ് സന്തോഷവാനായിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുത്തൊക്കെ പോണോ അങ്ങനെ നടക്കും. അപ്പോൾ അതിന് ഇന്നതെന്നില്ല. ഒരു മഹാൻ അങ്ങനെയാണ്. എന്ത് വരുന്നോ അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് അവസ്ഥ. ഇന്ന് മെത്തയിൽ കിടക്കണോ കിടന്നോളും, നാളെ അതില്ല പൂഴിമണ്ണാണോ അവിടെ കിടന്നോളും. ആഹാരം ഇന്നില്ലേ സന്തോഷം, മറ്റന്നാൾ ആരും കൊടുക്കുമോ അതും സന്തോഷം. ഇന്നതുപോലെ അതെന്താ? ആത്മസുഖം. ആത്മസുഖമുള്ളവർക്ക് എല്ലാ രീതിയിലും കഴിഞ്ഞുകൂടാം, അവിടെ പരമാനന്ദം അനുഭവിക്കാം. അങ്ങനെ മാനമോടെ ആന ഓരോ രഥത്തിലും ആനയുടെ മണ്ടയിലായാലും ഒത്തു നടന്നു ഈ വണ്ണം ഓരോ തരം പുഷ്ടമോദം നമസ്കാരം തിരസ്കാരം നിന്ദാസ്തുതികൾ ഇവ ഒന്നുമില്ലാതെ എന്നേരവും പരമാത്മാവിൽ ഐക്യത്തെ ഇച്ഛിച്ചു പോരുന്ന ഭേദം ഉദിക്കുമ്പോൾ ഇച്ഛാതി സർവവും മാനസേ അർപ്പിച്ച് ഈശ്വരൻ വിരാട്ടിങ്കിൽ ഹോമിപ്പതു മനം. അപ്പോൾ ഇവർ ആരെ കണ്ടാലും പുഷ്ടമോദം നമസ്കാരമോ തിരസ്കാരമോ നിന്ദയോ സ്തുതികളോ ഒന്നുമില്ല. ആരെ കണ്ടാലും ഒരേ സമദൃഷ്ടി. ഇന്നൊരു നല്ല മഹാനാ, ഒന്ന് സ്തുതിച്ചു കളയാം, അങ്ങനെ ഇല്ല. എന്നാൽ ഇങ്ങനെ മോശക്കാരനാണ്, അയാളെ നിന്ദിക്കാം, അതുകൊണ്ട് അതും ഇല്ല. അപ്പോൾ ആരെ കണ്ടാലും ഒരേ അവസ്ഥ. ആരെയും നിന്ദിക്കുന്നുമില്ല, ആരെയും വന്ദിക്കുന്നുമില്ല, ആരെയും നമസ്കരിക്കുന്നുമില്ല, ആരെയും തിരസ്കരിക്കുന്നതുമില്ല. എന്നേരവും എന്താണ് ജോലി? പരമാത്മാവിൽ ഐക്യത്തെ ഇച്ഛിച്ചു പോരുന്ന ഭേദം ഉദിക്കുമ്പോൾ ഇച്ഛാതി സർവവും ഇതെല്ലാം എവിടെ അർപ്പിക്കും? പരമാത്മാവായിരിക്കുന്ന മനസ്സേ അർപ്പിച്ച് ഈശ്വരൻ വിരാട്ടിങ്കിൽ ഹോമിപ്പത് ആ മനസ്സ് ഈശ്വരങ്കിൽ അർപ്പിക്കണം. മനസ്സിനെ അവിടെ ഏകാഗ്രമാക്കുമ്പോൾ പരമാനന്ദത്തിൽ ലയിക്കാം. നമ്മുടെ മനസ്സേ ആഗ്രഹങ്ങളും എല്ലാം മനസ്സും എല്ലാം എവിടെ വേണം? ഈശ്വരൻ വിരാട്ടാകുന്ന ഭഗവാനിൽ ഹോമിക്കണം. നമ്മുടെ മനസ്സെല്ലാം അവിടെ അർപ്പിക്കണം. വൈകാരികനാം വിരാട്ടിനെ മായയിൽ വൈകാരമായയെ ആത്മാനുഭൂതിയിൽ ഹോമിച്ചു കായാതി അലങ്കാരമൊക്കവേ ഹോമിച്ചു നിർഗുണാത്മാവിൽ സമസ്തവും നിർഗുണ അതീതമായുള്ള സുഖത്തോട് നിർഗമിക്കുന്നു സുഖാത്മാവതായി ഞാൻ. ഇനി ഉണ്ട് വായിക്കാൻ 29 മിനിറ്റാണ്, പെട്ടെന്ന് വെക്കുവാൻ 2 വരുന്നത്. അടുത്ത ദിവസം വായിക്കാം മക്കളെ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഒത്തിരി സമയം അങ്ങ് പോയി.